അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്നത് നിലമ്പൂരാണ്. മലപ്പുറത്തിൻ്റെ സ്വന്തം നിലമ്പൂർ. അതായത് ഒരൊറ്റ ദിവസം നിങ്ങൾ നിലമ്പൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാണണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കണ്ടോക്കിയാലോ? വാ. കനോലി പ്ലോട്ട്. നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തേക്ക് മരമല്ലേ? അപ്പോൾ ആദ്യത്തെ മനുഷ്യനിർമ്മിതമായ തേക്ക് തോട്ടം തന്നെ ആവട്ടെ ഫസ്റ്റ് ഓപ്ഷൻ. 40 രൂപയുടെ ടിക്കറ്റിൽ പഴയ പൊളിഞ്ഞുപോയ മില്ലിന്റെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ വനത്തിന്റെ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് നേരെ ചാലിയാർ കുതിരപ്പുഴ സംഗമവും അതുപോലെ തന്നെ തേക്ക് തോട്ടവും തൂക്കുപാലവും ഒരുപാട് പക്ഷികളെയും കണ്ടു മടങ്ങാം. കനോലി പ്ലോട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്ഷൻ തേക്ക് മ്യൂസിയമാണ്. നിലമ്പൂർ ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് തേക്ക് മ്യൂസിയം. തേക്ക് മ്യൂസിയം കൂടാതെ കുട്ടികൾക്കായുള്ള പ്ലേ ഏരിയ, അതുപോലെ തന്നെ നല്ല ഫോട്ടോസ് എടുക്കാനുള്ള ഏരിയ, കൂടാതെ ബയോ റിസോഴ്സ് പാർക്ക്, ഹെർബൽ ഗാർഡൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ കാണാൻ. നിലമ്പൂരിൽ നിന്നും 10 കിലോമീറ്റർ ദൂരമുള്ള നെടുങ്കയം റെയിൻ ഫോറസ്റ്റ് ആണ് നമ്മുടെ അടുത്ത ഓപ്ഷൻ. നിലവിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്കുള്ള എൻട്രി ക്ലോസ്ഡ് ആണ്. പക്ഷേ മഴക്കാലത്ത് ഇത്രത്തോളം ഭംഗിയുള്ള മറ്റൊരു സ്ഥലം നിലമ്പൂർ ഉണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. പിന്നെ നിലമ്പൂർ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഴക്കാലം തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഏറ്റവും ഐഡിയൽ ടൈം. ഇനി 4ാമത്തെ സ്പോട്ടായിട്ട് വരുന്നത് ആട്യംപാറ വാട്ടർഫാൾസ് ആണ്. നിലമ്പൂരിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. മറ്റ് വാട്ടർഫാൾസിനെ അപേക്ഷിച്ച് ആട്യംപാറ കുറച്ചുകൂടെ ഫാമിലി ഫ്രണ്ട്ലി ആണ്. കാരണം കുട്ടികൾക്കൊക്കെ കുളിക്കാനുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. എന്നിരുന്നാലും നന്നായിട്ട് സൂക്ഷിച്ചേ ഇറങ്ങാം. നിലമ്പൂർ വരുന്നവർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട അടുത്ത ഓപ്ഷനാണ് നിലമ്പൂർ അകമ്പാടം കക്കാടംപൊയിൽ. ഏകദേശം 23 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം ഈ റോഡ് മസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു അടിപൊളി റൂട്ട് തന്നെയാണ്.